ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം ഉള്ളതായിരിക്കാം. ഒരു പക്ഷേ അയാൾ നിരപരാധിയായിരിക്കാം. അയാളുടെ ആ ഒരു ഇരിപ്പും മറ്റും ഭാവനം കണ്ടിട്ട് അയാളൊരു നിരപരാധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ അത് നമുക്ക് തിരുത്തി പറയേണ്ടി വരും. ഇത് ഒരാൾ കിടന്നുറങ്ങിപ്പോയി ഏതിൻ്റെ അകത്ത് ട്രെയിനിൽ, മെട്രോ ട്രെയിനിൽ. ആ മെട്രോ ട്രെയിനിൽ കയറി ഉറങ്ങിയപ്പോൾ ഏതോ ഒരുത്തൻ ഇത് വീഡിയോ പിടിക്കുന്നു, എന്നിട്ട് കുടിച്ച് ഓഫായിട്ട് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ മുഖം എല്ലാം കാണിക്കുന്നു. അങ്ങനെ അയാളുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഇത് കാണുന്നു. അതൊരു വലിയ പ്രശ്നമാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആശുപത്രിയിൽ 2 ദിവസമായിട്ട് അയാളുടെ ജ്യേഷ്ഠന് കാവലിരിക്കുകയാണ് ഉറക്കമില്ലാതെ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അയാൾ ഉറങ്ങിപ്പോയത്. ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു ഫാഷനാണ്, അതായത് ബസ്സിൽ കയറുമ്പോൾ വീഡിയോ എടുക്കുക, പിന്നെ ബസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും തൊടുന്നുണ്ടോ എന്നൊക്കെ അത് വീഡിയോ എടുക്കേണ്ടത് തന്നെയാണ്. ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കണം. പക്ഷേ നോക്കുന്നവൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതായത് നോക്കുന്നവൻ്റെ വീഡിയോ. ഇന്നലെ ബസ്സിൽ നിന്നും ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു യുവതി കിളവൻ്റെ നോട്ടം കണ്ടില്ലേ എന്നുള്ള തരത്തിൽ ആ യുവതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ആ സ്ത്രീ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെയാണ്, മാറിലേക്കാണ് നോക്കിയത് എന്നാണ്. പക്ഷേ എനിക്ക് ആ നോട്ടത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു ഫോണും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മുഖവും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് അയാൾ നോക്കിയതായിരിക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒന്നും നമ്മുടെ കയ്യിലുള്ള ഫോണൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പേര് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കീപാഡുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോണ് കാണുമ്പോൾ, ഇപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു അടിപൊളി ഒരു ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കൂലേ? ആ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് ഇതേ അയാളെ നോട്ടം എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ, അതായത് ചില ഉദ്ഘാടന നടികളൊക്കെ വരുമ്പോൾ ധരിക്കുന്ന വേഷങ്ങൾ, അപ്പോൾ എന്ത് വേഷങ്ങളും ധരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇങ്ങനത്തെ വേഷം ധരിച്ചാലേ 4 ആൾ കാണുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മാത്രം ഉദ്ഘാടനം ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറിടവും ഇതൊക്കെ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള ചില വേഷങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ ഷക്കീലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു മാളിൽ നിന്നും അവരെ ഇറക്കി വിട്ടിരുന്നു. അവരോടൊക്കെ ഇപ്പോഴും റെസ്പെക്റ്റാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സിനിമയിലാണ് അഭിനയിച്ചത്. ഇവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരതിനുള്ള പൈസ വാങ്ങിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇവരൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ സമൂഹത്തെ തന്നെ നാണം കെടുത്തുകയല്ലേ ചെയ്യുന്നത്? അതായത് ഇവിടെ എന്താണ്, ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ, പേഷനല്ലേ എന്താണ് ഈ പേഷൻ എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അതായത് ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെ കാണിച്ച് നടക്കുന്നതാണ് ഫാഷൻ എന്നാണ് ചില ആൾക്കാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നോക്കട്ടെ. ചില ആൾക്കാർ ഇതിനിടയ്ക്ക് 2 പേര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ എന്തോ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു ചെറിയ കുട്ടികൾ പറയുകയാണ്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇവറ്റകൾക്കൊരു മൈൻഡും ഇല്ലല്ലോ എന്ന് പറയുകയാണ് പോലും. ആ സുഹൃത്ത് പറയാം, ഒരു 10, 50, 55 വയസ്സുള്ള ഒരാളാണ് നടന്നു പോയത്. അയാൾ ഇങ്ങനെ പോകുമ്പോൾ നോക്കാതിരുന്നിട്ട് അയാൾ കേൾക്കുക പറയടി, നമ്മൾ ഇട്ടിട്ട് ഇയാൾക്കൊരു മൈൻഡും ഇല്ലല്ലോ എന്ന്. അപ്പം നമ്മുടെ കേരള സമൂഹം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വൈറലാകണം, എങ്ങനെയെങ്കിലും നാറ്റിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കറോ, ഇന്നലെ അയാൾ ആ ഒരു ഫോണാണ് നോക്കിയതെങ്കിൽ അയാൾ എത്രമാത്രം നാണം കെട്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അയാൾ എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് അയാൾ നോക്കിയിരിക്കുന്നത് ഫോണിൽ തന്നെയാണ്, അല്ലാതെ വേറെ എവിടെയുമല്ല. അയാൾ ഫോണിൽ തന്നെയാണ് നോക്കിയത്. അയാൾ അവിടെയാണ് നോക്കിയതെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് എല്ലാം ഇതാക്കിയിട്ടല്ലേ നമ്മൾ ധരിക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ധരിക്കുകയും വേണം, എന്നാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു വൈറലാകാം. അതായത് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയേണ്ടത്, ഉദ്ഘാടന നടിമാരണം ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. നോക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടോ? അതായത് ഒരു സ്ത്രീ ആയാലും പുരുഷനായിക്കായാലും, ഇപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രൗസറും ഇതെല്ലാം ഇട്ടിട്ട് ഇതേതട വെറൈറ്റി, നാട്ടിൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കൂലേ ഇതേതട വരുന്നത് എന്നൊക്കെ നോക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അത് എന്നിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ഇതുപോലെ ഡ്രസ്സ് ഇട്ട് പോയിട്ട് അയാൾ എന്നെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്താ പറയണ്ടത്, അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് അയാൾ അവിടെ അടുത്തിരുന്ന് അയാൾ ഇവരെ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഇനി അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് പറയാം. പക്ഷേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം ഉള്ളതായിരിക്കാം. ഒരു പക്ഷേ അയാൾ നിരപരാധിയായിരിക്കാം. അയാളുടെ ആ ഒരു ഇരിപ്പും മറ്റും ഭാവനം
കണ്ടിട്ട് അയാളൊരു നിരപരാധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ അത് നമുക്ക് തിരുത്തി പറയേണ്ടി വരും, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ ഒരു നോട്ടം കൊണ്ട് മാത്രം ഇതാ എന്നെ നോക്കി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെയധികം മോശമായ ഒരു പ്രവണത തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പല ആൾക്കാരും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന മഹതികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേണമെങ്കിൽ അവർക്ക് ഡ്രസ്സ് ധരിക്കാം, അവർക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ട് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം, ആളില്ലാണ്ടൊന്നും നിൽക്കൂല. പക്ഷെ അതല്ല, അവർക്കെന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ ഇന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്, ഇന്ന ആൾ വന്നതുകൊണ്ട് കൂടുതൽ ആളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സണ്ണി ലിയോണ് പിന്നെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് അവിടെ 4 മണിക്കൂറോളം ട്രാഫിക് ജാം ആയിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്? സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ തിരക്കാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഈ നോട്ടഭ്രാന്തുള്ള ആൾക്കാർ കുറേ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരും നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഫോട്ടോ ഇട്ടിട്ട് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് വളരെയധികം മോശപ്പെട്ട കാര്യം തന്നെയാണ്. അയാൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാക്കെങ്കിലും പറയണമായിരുന്നു, ചേട്ടാ നിങ്ങൾ എന്താണ് മനുഷ്യ നോക്കുന്നത്, അതെങ്കിലും ചോദിക്കണമായിരുന്നു. അല്ലാതെ ഒരു ഫോണിൽ എന്തോ ഫോട്ടോ പിടിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഫോട്ടോയും കൂടി ഇങ്ങനെ പരക്കുന്നുണ്ട്. അതായത് ഒരു സിനിമാ താരം ഇതുപോലെ തൻ്റെ അടുത്തിരുന്ന സഹപ്രവർത്തകയെ ഇങ്ങനെ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കുറേ നേരമായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ആ പോഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഇയാൾ ഇതാണ് നോക്കുന്നത് എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്രമാത്രം ഒരു മൈൻഡാണ് ഇവരുടേതൊക്കെ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തോന്നിയവാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കാമപ്രാന്തന്മാർ നമ്മളെ ബസ്സിലേക്ക് കയറുന്നുണ്ട്. രാവിലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം കയറുന്ന ചില ടീമുകളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും തന്നെ ഒരു 19 വയസ്സിന് മേലെയുള്ളത് തന്നെയാണ്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവുള്ളവരൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കൂടുതൽ കാമഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലതാണെന്നോ അല്ലെങ്കിൽ യുവമാരൊക്കെ പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു മുഖം ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്തെങ്കിലും തരത്തിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അത് എത്രമാത്രം അയാളുടെ വീട്ടുകാരെയും അയാളുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും ഉണ്ടാവില്ലേ? അവരൊക്കെ എത്രമാത്രം നാണം കെട്ടി ജീവിക്കുന്നുണ്ടാവും ഇപ്പോഴേ. അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചെറിയൊരു ഇത് മാത്രമാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സിനിമ വരെ വന്നിട്ടുണ്ട്. അതായത് ഒരാൾ കിടന്നുറങ്ങിപ്പോയി ഏതിൻ്റെ അകത്ത് മെട്രോ ട്രെയിനിൽ. ആ മെട്രോ ട്രെയിനിൽ കയറി ഉറങ്ങിയപ്പോൾ ഏതോ ഒരുത്തൻ ഇത് വീഡിയോ പിടിക്കുന്നു, എന്നിട്ട് കുടിച്ച് ഓഫായിട്ട് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ മുഖം എല്ലാം കാണിക്കുന്നു. അങ്ങനെ അയാളുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഇത് കാണുന്നു. അതൊരു വലിയ പ്രശ്നമാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആശുപത്രിയിൽ 2 ദിവസമായിട്ട് അയാളുടെ ജ്യേഷ്ഠന് കാവലിരിക്കുകയാണ് ഉറക്കമില്ലാതെ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അയാൾ ഉറങ്ങിപ്പോയത് എന്ന് പിന്നീട് മനസ്സിലാകുന്നു. അത് മാത്രവുമല്ല, അയാൾക്ക് സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായില്ല. അതാണ് പിന്നീട് സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ നമ്മുടെ സൗബിൻ താഹിറും അഭിനയിച്ച ഒരു സിനിമയായിട്ട് വന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങളൊന്നുമല്ല ചിലപ്പോൾ യഥാർത്ഥ ജീവിതം. അതിൻ്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ചിത്രം എടുക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ വെക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദ്ഘാടന താരങ്ങളെ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്ത്രീകളെ ഉന്നമനാക്കുന്നതിന് വേണ്ടിയിട്ടോ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഹൈപ്പ് ബട്ടൺ ആരും മറക്കരുത്. നന്ദി, നമസ്കാരം.